ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. വണ്ടൂർ മണ്ഡലത്തിൽ UDF LDF സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. നിലമ്പൂർ താലൂക്ക് ഭൂരേഖ വിഭാഗം തഹസിൽദാരും വരണാധികാരിയുമായ ഹരീഷ് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. LDF സ്ഥാനാർത്ഥി ദാമോദരൻ മാസ്റ്ററാണ് ആദ്യം പത്രിക നൽകിയത്. പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായെത്തിയാണ് പത്രിക നൽകിയത്. 1996 അട്ടിമറി വിജയം 2026 LDF ആവർത്തിക്കുമെന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം ദാമോദരൻ മാസ്റ്റർ പറഞ്ഞു. വണ്ടൂരിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ വണ്ടൂരിൽ LDFന് അനുകൂല സാഹചര്യമാണുള്ളതെന്നും LDF സ്ഥാനാർത്ഥി പറഞ്ഞു. വണ്ടൂരിൽ വിജയിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ഇതിപ്പോൾ ഇന്നു മുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. 25 വർഷം ഒരാൾ തന്നെ വിജയിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ 26ാമത്തെ വർഷവും വിജയിക്കുമെന്നുള്ളതിനുള്ള ഒരു ഉറപ്പല്ല. ജനങ്ങൾ ഏത് സമയത്തും അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തും. അത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ഓരോ 5 വർഷവും കൂടുമ്പോൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് 25 വർഷം തുടർച്ചയായി ഒരാൾ ഇരുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ല. അതേസമയം ഞങ്ങളുടെ വിജയപ്രതീക്ഷയ്ക്ക് 2 അടിസ്ഥാനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്ന്, കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള സാമ്യമകന്ന വികസന പ്രവർത്തനങ്ങളാണ്. അത്തരത്തിലുള്ളൊരു സർക്കാർ തുടർച്ചയായി 10 വർഷം കേരളം ഇതിനുള്ളിൽ ഭരിച്ചിട്ടേ ഇല്ല. സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെയും അതുപോലെ പൊതുഭരണത്തിൻ്റെയും ഗുണങ്ങൾ ലഭ്യമാകാത്ത ഒരാൾ പോലും കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. അത് കുട്ടി മുതൽ വളരെ വയോവൃദ്ധൻ വരെ. അത് തുടരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആ ഒരു മനോവികാരം വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയത്തെ സഹായിക്കും. CPM വണ്ടൂർ ഏരിയ സെക്രട്ടറി MT അഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുൻ MLA N കണ്ണൻ, VM ഷൌക്കത്ത് എന്നിവരും പങ്കെടുത്തു. വണ്ടൂരിലും സംസ്ഥാനത്തും ഇക്കുറി UDF മികച്ച വിജയം നേടുമെന്ന് വണ്ടൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി AP അനിൽകുമാർ പറഞ്ഞു. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഭിന്നതയുണ്ടെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും AP അനിൽകുമാർ പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമായിരുന്നു പ്രത്യേകത. ഇക്കുറി കൂടുതൽ CPM നേതാക്കൾ UDF സ്ഥാനാർത്ഥികളായുണ്ട്. UDFിൽ നിന്നും മാത്രമല്ല LDFിൽ നിന്നും ഇക്കുറി UDFന് വോട്ട് ലഭിക്കും. കോൺഗ്രസിന് പല മണ്ഡലങ്ങളിലും വിമത ഭീഷണിയുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അത് കാര്യമാക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെന്റ് എതിരായിട്ടുള്ള ഒരു ജനവികാരം കേരളത്തിൽ മുഴുവനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നുള്ളത് കേരളത്തിലെ UDFിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുണ്ടാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നതാണ്. CPM പോലും ഈ തെരഞ്ഞെടുപ്പിൽ UDFിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ്. വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും UDFിന്റെ ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് വണ്ടൂര്. വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം UDFിന് വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയിക്കാൻ കഴിഞ്ഞതുപോലെ തന്നെ ഇത്തവണയും ജനങ്ങൾ പിന്തുണയ്ക്കും. UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജോസഫ് വാഴക്കന് അവസാന നിമിഷം സീറ്റ് നഷ്ടമായത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതെല്ലാം പരിഹരിച്ചു കഴിഞ്ഞതായും അനിൽകുമാർ പറഞ്ഞു. മുൻ DCC പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ ഉൾപ്പെടെയുള്ള UDF നേതാക്കളും പത്രികാ സമർപ്പണത്തിൽ പങ്കാളികളായി. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,